റെക്കോർഡ് ജനപങ്കാളിത്തത്തോടെ ദുബായ് ഫിറ്റ്നസ് ചലഞ്ചിന്റെ ഗ്രാൻഡ് ഫിനാലെയായ ദുബായ് റൺ ആവേശമായി. വിവിധ രാജ്യങ്ങളിൽ നിന്നായി 2,78,000 പേരാണ് ഷെയ്ഖ് സയ്യിദ് റോഡിലൂടെയുള്ള ഓട്ടത്തിൽ പങ്കെടുത്തത്. ദുബായ് ഫിറ്റ്നസ് ചലഞ്ചിന് നേതൃത്വം നൽകിയ ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ദുബായ് റണ്ണിന്റെ ഭാഗമായി. ഞായറാഴ്ച പുലർച്ചെയായിരുന്നു ദുബായ് ഷെയ്ഖ് സയ്യിദ് റോഡിലൂടെയുള്ള കൂട്ടയോട്ടം. വനിതകളും കുട്ടികളും അടക്കമുള്ളവർ അതിരാവിലെ തന്നെ സ്ഥലത്തെത്തി. 2,78,000 പേരാണ് കൂട്ടയോട്ടത്തിൽ പങ്കെടുത്തത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 23% അധികമാണ് ഇക്കൊല്ലത്തെ ദുബായ് റണ്ണിലെ പങ്കാളിത്തം. അടിപൊളിയായിരുന്നു. ആദ്യമായിട്ടാണ് ദുബായ് റണ്ണിൽ പങ്കെടുക്കുന്നത്. 2 വർഷം ഇവിടെ നിൽക്കുന്നു. പക്ഷേ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വേൾഡ് ട്രേഡ് സെന്ററിൽ നിന്ന് തുടങ്ങിയിട്ട് ഇപ്പോൾ ദുബായ് മാളിൽ എത്തിയിട്ടുണ്ട്. കുടുംബങ്ങൾക്കായി 5 കിലോമീറ്റർ റൂട്ടും പ്രൊഫഷണൽ ഓട്ടക്കാർക്കായി 10 കിലോമീറ്റർ റൂട്ട് ഏർപ്പെടുത്തിയായിരുന്നു പരിപാടി നടന്നത്. ദുബായ് റണ്ണിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത്. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളി. ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമും ജനങ്ങളുടെ കൂടെ ഓടാനെത്തിയത് ആവേശമായി. പാരാഗ്ലൈഡേഴ്സിന്റെ പ്രകടനമായിരുന്നു ഇത്തവണത്തെ പ്രത്യേകത. 14 ലൈനുള്ള ഷെയ്ഖ് സയ്യിദ് റോഡ് രാവിലെ 10:30 വരെ അടച്ചിട്ടാണ് ദുബായ് റൺ സാധ്യമാക്കിയത്. പങ്കെടുക്കുന്നവർക്ക് ഷെയ്ഖ് സയ്യിദ് റോഡിലേക്ക് എത്താൻ ദുബായ് മെട്രോ പുലർച്ചെ 3 തന്നെ സർവീസ് ആരംഭിച്ചിരുന്നു. ജനം, ദുബായ്.